അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം വരികയാണ്. അതായത് 75-ൽ ഇന്ന് സംവിധാനം എന്ന് പറയുന്നവർ ചെറിയ ഭരണഘടനയൊക്കെ പാർലമെൻറ്റിൽ ഉയർത്തിപ്പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തവരുടെ പാർട്ടിയും അവരുടെ ആ ഒരു കുടുംബവും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ഭരണഘടനാ വിരുദ്ധത, ഒരു അത്രത്തോളം പൗരന്മാരുടെ അവകാശങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് ചെയ്ത 75-ലെ അടിയന്തരാവസ്ഥ. അന്ന് RSSൻ്റെ നേതൃത്വത്തിലുള്ള സത്യഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് മർദ്ദനമേറ്റ് ജയിലിലായ ആളാണ് അങ്ങ്. ഈ അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് എന്നൊരു സംഘടന കഴിഞ്ഞ 2015-ൽ ഉയർന്നു വന്നു, അങ്ങനെ ഒന്ന് രൂപീകരിക്കപ്പെട്ടു. എന്തൊക്കെയാണ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിക്കപ്പെട്ടതിലേക്കും അടിയന്തരാവസ്ഥയുടെ ആ ഒരു നാളുകളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാം. 1975 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ പ്രധാനമായ 2 കാരണങ്ങൾ. ഒന്ന്, ഇന്ദിരാഗാന്ധി അഴിമതി നിറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് ശ്രീ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭണ പരിപാടികൾ നടന്നിരുന്നു. അത് പ്രധാനമായിട്ടും ഗുജറാത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതിനുശേഷം അത് ബീഹാറിലേക്ക് പടർന്നു. അങ്ങനെ വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ ശക്തമായി രാജ്യത്താകമാനം കത്തിപ്പടരും എന്നുള്ളൊരു സാഹചര്യം ഒന്ന്. രണ്ടാമത്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ രാജ്നാരായണൻ, അദ്ദേഹം ഇന്ദിരാഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് അഴിമതിയെ സംബന്ധിച്ച് അലഹബാദ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കേസ്, അതിൻ്റെ വിധി വന്നു. ആ വിധി പ്രകാരം ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള ആ വിധി വരാൻ പോകുന്ന 6 വർഷക്കാലത്തേക്ക് ഇന്ദിരാഗാന്ധി അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. വരുന്ന 6 വർഷത്തേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നു. ഈ 2 കാരണങ്ങൾ വന്ന സമയത്താണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരണഘടനയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണഘടനയിൽ 352-ാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ജൂൺ 25-ാം തീയതി അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ എല്ലാവരെയും കൽത്തുറുങ്കിലടച്ചു. പത്രമാരണ നിയമം നടപ്പിലാക്കി. പത്രമാധ്യമങ്ങൾക്ക് ഗവൺമെൻറ് എന്ത് പറയുന്നോ അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ള നിലയ്ക്ക് നിയമം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ 2 കരിനിയമങ്ങൾ അവർ കൊണ്ടുവന്നു. പ്രധാനമായിട്ടും ഒന്ന് മിസ എന്ന് പറയുന്നത്, MISA മിസ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നൊരു നിയമം. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ ക്രമം അനുസരിച്ച് നിലനിൽക്കുന്ന ക്രിമിനൽ നിയമം അനുസരിച്ച് ഒരു കൊലപാതകിയെ പോലും കൊലക്കുറ്റം ചെയ്താൽ പോലും അയാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിന് മുമ്പ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം എന്നുള്ള നിയമം നിലവിൽ നിൽക്കെ, മിസ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ വർഷങ്ങളോളം അയാളെ കോടതിയിൽ ഹാജരാക്കാതെ ജയിലിൽ പാർപ്പിക്കാം. ഒരു കോടതിയുടെ മുൻപിലും ഹാജരാക്കേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് മിസ എന്ന് പറയുന്ന ഒരു കരിനിയമം ഉണ്ടാക്കി. രണ്ടാമത്തെ ഒരു നിയമം DIR എന്ന് പറയുന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറയുന്ന ഒരു കരിനിയമം അതുണ്ടാക്കി. ഈ 2 കരിനിയമങ്ങൾ കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് അടിയന്തരാവസ്ഥ എന്നുള്ള ആ ഒരു അവസ്ഥയെ ഇന്ദിരാഗാന്ധി കൈകാര്യം ചെയ്തത്.